അന്തരിച്ച സംവിധായകൻ ഷാഫിയെ അനുസ്മരിച്ച് സാംസ്കാരിക കേരളം. വിവിധ മേഖലകളിലെ പ്രമുഖർ കൊച്ചിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. അല്പസമയത്തിനകം കലൂർ മുസ്ലിം ജമാഅത്ത് പള്ളി ഖബറിസ്ഥാനിലാണ് ഖബറടക്കം. പുലർച്ചെ 2 മണിയോടെ മൃതദേഹം ആസ്റ്റർ മെഡ് സിറ്റിയിൽ നിന്നും എളമക്കരയിലെ വീട്ടിലെത്തിച്ചു. ബന്ധുക്കളും നാട്ടുകാരും അടുത്ത സുഹൃത്തുക്കളും വീട്ടിലെത്തി. ആദ്യ ചിത്രം മുതൽ ഷാഫിയുടെ നിഴലായി മാറിയ പ്രിയ താരങ്ങൾ അന്തിമോപചാരം അർപ്പിച്ചു. തുടക്കം മുതൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു. അതുമുതൽ ഇങ്ങനെ നിരന്തരം വിളിക്കുകയും കാണുകയും സഹകരിക്കുകയൊക്കെ ചെയ്തു. പ്രയാസമുണ്ട് എല്ലാവർക്കും, കുടുംബവും വേദനിക്കുന്ന പോലെ തന്നെ കൂട്ടുകാർക്കും ആയിരിക്കും തോന്നുന്നു. 10 മണിയോടെ കലൂർ മണിപ്പാട്ടുപറമ്പിൽ പൊതുദർശനം. മമ്മൂട്ടി, സുരേഷ് ഗോപി, പൃഥ്വിരാജ്, ഹരിശ്രീ അശോകൻ, സിബി മലയിൽ, ബി ഉണ്ണികൃഷ്ണൻ, ഷാജി കൈലാസ് തുടങ്ങി സിനിമാ മേഖലയിലെ പ്രമുഖർ ആദ്യാവസാനം പൊതുദർശന ഹാളിൽ തുടർന്നു. ഞങ്ങളുടെ പ്രിയ സഹപ്രവർത്തകനായ ഷാഫിയുടെ ഈ യോഗത്തിൽ ഫെഫ്കയുടെ ഓരോ അംഗങ്ങളുടെയും വേദനയും സങ്കടവും ഇവിടെ ഞാൻ പങ്കുവെക്കുകയാണ്. മന്ത്രിമാരായ പി രാജീവ്, കെ വി ഗണേഷ് കുമാർ എന്നിവർ ഷാഫിയെ അനുസ്മരിച്ചു. അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ ഒരു ആകസ്മികമാണ്. നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഷാഫി ആരോഗ്യവാനായിരിക്കുന്നു എന്നുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിൽ. പെട്ടെന്ന് അദ്ദേഹം 16-ാം തീയതി പെട്ടെന്ന് സീരിയസ് ആയി ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞത് മാധ്യമങ്ങളോട് അറിയുമ്പോഴാണ് നമ്മൾ ആദ്യം ഒരു ഞെട്ടലോടെയാണ് വാർത്ത കേട്ടത്. ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയ്ക്ക് ശ്രദ്ധേയമായ സംഭാവന നൽകിയ വ്യക്തിത്വമായിരുന്നു ശ്രീ ഷാഫിയുടേത്. അദ്ദേഹവുമായി ദീർഘകാലത്തെ അടുപ്പമുണ്ടായിരുന്നു. കുടുംബത്തിൻ്റെയും അവരുടെ ബന്ധുക്കളുടെയും സിനിമാ ലോകത്തിൻ്റെയും നമ്മുടെ സമൂഹത്തിൻ്റെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു, അനുശോചനം രേഖപ്പെടുത്തുന്നു. 11:30 പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം വീട്ടിലെത്തിച്ചു. ഹിറ്റ് ചിത്രങ്ങൾ മാത്രം മലയാളത്തിന് സമ്മാനിച്ച ഒരു കാലഘട്ടമാണ് ഷാഫിയിലൂടെ കടന്നുപോകുന്നത്. 24 കൊച്ചി.